ഈ ഞായറാഴ്ച പ്രഭാതത്തിൽ സ്കറിയയുടെ ഭവനത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. സാറാമേ, എടി സാറാമേ, ഇന്നത്തെ പത്രം എന്തിയടി സാറാമേ? എഴുന്നേറ്റ് കണ്ണ് തുറക്കുന്നതിന് മുമ്പേ പത്രം വേണം. നിങ്ങൾ പല്ല് തേച്ചോ മനുഷ്യ? പ്രാർത്ഥിച്ചോ നിങ്ങൾ രാവിലെ? എന്റെ സാറാമേ, ആ പത്രം ഇങ്ങോട്ടും താ. രാവിലെ വാർത്തയൊന്നും അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു സുഖവും ഇല്ല. ഓ, ദാ നിങ്ങളുടെ പത്രം. ഒന്ന് ഇരുന്ന് വായിക്കാം. കോഴഞ്ചേരിയിൽ തീ പിടിച്ചു, ഓച്ചിറയിൽ വെള്ളപ്പൊക്കം, കോവളത്ത് കടലാക്രമണം. ഓക്കെ. വട്ടപ്പാറയിൽ ലോറി മറിഞ്ഞു. ഓ, ഈ പത്രത്തിനകത്തെല്ലാം ഇങ്ങനെയുള്ള വാർത്തകൾ മാത്രമേ ഉള്ളൂ. സാറാമേ, ഒരു ചായ ഇങ്ങോട്ട് കിട്ടുമോ? തുടങ്ങി മോളെ. ഈ ചായ പപ്പയ്ക്ക് കൊണ്ട് കൊടുക്കും മോളെ. എന്റെ പൊന്നു മോളല്ലേടി. ചൂടില്ലല്ലോ സാറാമേ? വാർത്തകൾക്ക് നല്ല ചൂടുണ്ടല്ലോ. ആ ചൂടുകൊണ്ട് അങ്ങോട്ട് കുടിച്ചോ മനുഷ്യ. കട്ടപ്പനയിൽ കുട്ടപ്പൻ ചേട്ടൻ കട്ടൻ ബീഡി വിളിച്ച് കണ്ടിരുന്നു. ഓഹ്, എന്തൊക്കെ വാർത്തകളാ ഇതിനകത്ത്. കുട്ടപ്പൻ ചേട്ടൻ കട്ടപ്പുറത്തിരുന്ന് കട്ടൻ ബീഡി വലിക്കണം. എന്തൊക്കെ വാർത്തകളാ ഇതിനകത്ത്. ആ ഫോൺ ഒന്ന് എടുക്കാച്ചായ, ഞാൻ ജോലി ചെയ്യുന്നത് കണ്ടില്ലേ? അത് നിനക്കുള്ള കൊള്ള സാറാമേ. ഏതെങ്കിലും വല്ല സഹോദരിമാരായിരിക്കും. എന്നെ ആരും ഈ സമയത്ത് വിളിക്കാറില്ല. ഓ, ഈ അച്ചായനെ കൊണ്ട് തോറ്റു. ഹലോ സ്കറിയ, ആ ഇവിടെ ഉണ്ടല്ലോ, കൊടുക്കാം. ദാ നിങ്ങൾക്കുള്ള ഫോണാ. മകനെ. മകനോ? ഏത് മകൻ? മകനെ, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവമാകുന്നു. ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിൽ വരുന്നുണ്ട്. ഹലോ 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 ഹലോ. എന്റെ ദൈവമേ, ഫോൺ കട്ടായി പോയി. ദൈവം ഫോണില് സംസാരിക്കുന്നു. കാലം പോയ ഒരു പോക്കേ. സാറാമേ, എടി സാറാമേ. എന്തിനാ ചായ ഇങ്ങനെ കിടന്ന് അലർന്നേ? പയ്യെ പറഞ്ഞാ മതി, എനിക്ക് കേക്കാം. എടി, ദൈവമാടി ഫോണില് വിളിച്ചത്. ദൈവമോ? അതെടി, ദൈവം നമ്മുടെ ഭവനത്തിൽ ഇന്ന് വരുന്നുണ്ടെന്ന്. നീ നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാക്കണ്ട. ചിക്കൻ കറിയും ബീഫ് ഫ്രൈയും മട്ടൻ കടായും ഫ്രൂട്ട് സലാഡും എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഭക്ഷണമോ? ആ, അത് ഫ്രിഡ്ജിൽ വെക്കാം. 2 ദിവസത്തേക്ക് ഒന്നും ഉണ്ടാക്കണ്ടാലോ. രാജാവിന്റെ മകൻ പുതിയ പടം റിലീസായി. അത് കൊള്ളാമല്ലോ. ആലപ്പുഴയിൽ കുതിരവണ്ടി കയറി ഒരാൾ മരിച്ചു. എന്തെല്ലാം വാർത്തകളാണോ ഇതിനകത്ത് കാണിക്കുന്നത്. ഒന്നും ഒരു സുഖമുള്ള ഒരു വാർത്തയില്ല. എന്തെല്ലാം വാർത്തകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും. വലിയ കഷ്ടം തന്നെ. ആകപ്പാട് ഇതിനകത്ത് സത്യമുള്ളത് ചരമവാർത്ത മാത്രമുണ്ട്. അമ്മാ അമ്മാ അമ്മാ, വല്ലതും തരണേ. 2 ദിവസമായി അമ്മാ, വല്ലതും കഴിച്ചിട്ട്. അമ്മാ, വല്ലതും തരണേ. 1 രൂപ തായോ, അല്ലെങ്കിൽ 2 രൂപ തായോ, ഒന്നല്ലെങ്കിൽ റൊട്ടിയെങ്കിലും തായോ. ദൈവമേ, ഇന്ന് നല്ലൊരു ദിവസമായിട്ട് കണ്ട പിച്ചക്കാരന്മാരാണ് അവിടെ കയറി വന്നത്. ഒരു പണിയില്ല. കാലത്തിന്റെ പോണൊരു പോക്കേ.
പിഷക്കാരന്മാരെ തടഞ്ഞിട്ട് നടക്കാനേ പറ്റണില്ല. ഞാൻ കണ്ണ് പൊട്ടനാണ്, ഞാനൊരു കണ്ണ് പൊട്ടനാണ്. ലോകത്തിലെ ഏറ്റവും വലുത് കണ്ണാണ്. എനിക്ക് 2 കണ്ണും കാണാൻ പറ്റുന്നില്ലേ? എന്റെ 2 കണ്ണും പോയതാണ്. ഓ, ഇത് വലിയ ശല്യമായല്ലോ. എന്താ ഇത് രാവിലെ? ഇതെന്താ പിഷക്കാരന്മാരുടെ സംസ്ഥാന സമ്മേളന? ഇവിടെ ഒന്നിട അവൻ കണ്ണട വെച്ച മമ്മൂട്ടി. അവൻ ഒന്ന് പോടാ 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 ഇവിടുന്ന്. അച്ചായ, ഇന്ന് കർത്താവ് വരുമ്പോ ഞാൻ ഏത് ഡ്രസ്സാ ഇടുക? അലമാര നിറച്ചും ഡ്രസ് ഇരിക്കണം, ഏതാ ഇടുക? എടി, കഴിഞ്ഞ ആഴ്ച വാങ്ങിയ 10,000 രൂപയുടെ സാരി ഉണ്ടല്ലോ, അതങ്ങിട്ടോ. ആ ശരി അച്ചായ, ആ സാരി തന്നെ അങ്ങോട്ട് ഉടുക്കാം. ആരാ? എന്തുട്ടാ വേണ്ടേ? ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഓർഫനേജിൽ നിന്ന് വരികയാണ്. എന്തെങ്കിലും തരണം, പഴയ വസ്ത്രമായാലും മതി. ഓ എടി സാറാമേ, ഇവിടെ പഴയ വല്ല വസ്ത്രം ഇരിപ്പുണ്ടോടി? അയ്യോ എന്റെ ചായ, ഇവിടെ പഴയതൊന്നും ഇരിപ്പില്ല. അമ്മ കള്ളം പറയോ? അമ്മയല്ലേ എത്ര മുമ്പ് പറഞ്ഞത് ഇവിടെ ഒത്തിരി ഡ്രസ് ഇരിപ്പുണ്ടെന്ന്? ഒന്നും മിണ്ടാതിരിക്കടി, ഒന്നും മിണ്ടാതിരിക്കടി. ഇവിടെ ചുമ്മാ പറഞ്ഞ, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. എന്തെങ്കിലും സംഭാവന ആയാലും മതി. ഇവിടെ ഒന്നും ഇരിപ്പില്ലല്ലോ. നേരെ ഉച്ചയായി സാറാമേ, എനിക്ക് ഉറക്കം വന്നിട്ട്. വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് തന്നേക്കാം. ഞാൻ ഉറങ്ങാൻ പോവാണേ. കർത്താവ് വരുമ്പേ നിങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചോ. കുറച്ചേരം ഉറങ്ങാ. വാ മോളെ, നമുക്കും ഉറങ്ങാൻ കുറച്ചു നേരം. ഹലോ മകനെ സ്കറിയ. അയ്യോ അയ്യോ കർത്താവേ, എന്റെ കർത്താവ് എവിടെയായിരുന്നു? ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ എന്തോരം നോക്കിയിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് മടുത്തു. മകനെ, ഇന്ന് 3 വട്ടം ഞാൻ നിന്റെ ഭവനത്തിൽ വന്നു. നീയോ എന്നെ കൈക്കൊണ്ടില്ല. അയ്യോ എപ്പോ വന്നു കർത്താവേ? എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ച് നീ എനിക്ക് കുടിപ്പാൻ തന്നില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല. എന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു. എന്റെ ദൈവമേ, ഇവരെല്ലാം നീയായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഹലോ കർത്താവേ, എന്റെ ദൈവമേ, കർത്താവ് ഫോൺ വെച്ചല്ലോ. എടി സാറാമേ, ഇനി നമ്മൾ എന്തുട്ടാ ചെയ്യുക? വാ മക്കളെ, നമുക്ക് കർത്താവിനോട് ക്ഷമ ചോദിച്ച് ഒന്ന് പാട്ട് പാടി നമുക്ക് ദൈവത്തെ ആരാധിച്ച് നമുക്ക് ദൈവത്തോട് ക്ഷമ ചോദിക്കാം. ദൈവമേ, ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അവരെന്തതിശയമേ